ഹായ് ഫ്രണ്ട്സ്, ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ എങ്ങനെ വീഡിയോ ഇടുന്നത്, എങ്ങനെ ഫോണും കൊണ്ട് വീഡിയോ എടുക്കണം ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഡെയിലി ലൈഫ് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി. ലാസ്റ്റ് ഞാനിപ്പോൾ സ്പീഡ് കൂടി ഇട്ടേക്കുന്നത് വെച്ച് ഞാൻ കുറേ എടുത്ത മാതിരിയുണ്ട്. പക്ഷേ അന്ന് എല്ലാം ഒന്നും വീഡിയോയിലില്ല താനും. ആ ഒരവസ്ഥയാണ്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ എഴുന്നേൽക്കണം. പിന്നെ കൊച്ചുള്ളതുകൊണ്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ അതിനനുസരിച്ച് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ കൊച്ച് എഴുന്നേൽക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡ് ഒരു 9 മണിയാകുമ്പോൾ പോകും. അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിക്കും. ഒരു ചായ എന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ 1, 2, 3 ചായയൊക്കെ കുടിക്കും. അപ്പം തന്നെ വയറ് ഫുള്ളാവും. പിന്നെ ഇത് കണ്ടോ, അടുക്കളയിൽ ഇതുപോലെ ആരെങ്കിലും കൊണ്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാറുണ്ടോ? ഞാൻ പക്ഷേ എൻ്റെ സാധനം എല്ലാം അടുക്കളയിലായിരിക്കും. പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് വെക്കും, വീണ്ടും തിരിച്ച് അടുക്കള തന്നെ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഫുഡ് വെക്കണം ഉച്ചക്കത്തേക്ക്. അപ്പോഴത്തേക്കുള്ള ചെറിയ കലാപരിപാടികളുണ്ട്. ഞാൻ ചിലപ്പോൾ സാധാരണ ഹസ്ബൻഡ് 1 മണിക്കാണ് വരുന്നെങ്കിൽ 12:30-ക്കായിരിക്കും ഞാൻ ഫുഡ് വെക്കുന്നത്. പക്ഷേ എങ്ങനെ പോയാലും കറക്റ്റ് ടൈം ആകുമ്പോൾ ഫുഡാവും കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം പിന്നെ കൊച്ച് നന്നായിട്ട് കിടന്ന് ഉറക്കമാണ്. ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയാണ് ഫ്രണ്ടിൽ വരുന്നത്. ചെടി നട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒന്നും പിടിച്ചില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ലാസ്റ്റത്തെ പരീക്ഷണമാണ് നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, അതുകൊണ്ട് നട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ അതൊക്കെ മുളച്ച് വന്നേക്കുന്നത്. പിന്നെ ചോറ് വെക്കണം. അപ്പോൾ അരി ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് കഴുകുന്നത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? പക്ഷേ എൻ്റെ നാട്ടിൽ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ എന്നെ നല്ല വഴക്ക് പറയും. അങ്ങനെ അരിയൊക്കെ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കരുതെന്നൊക്കെ പറയും. അപ്പം തന്നെ കഴുകിയെടുക്കുക. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഇട്ട് വെച്ച് ഒരു മിനിറ്റ് കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ള സാധനമൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെക്കാറുണ്ട്. പിന്നെ കറി എന്താ വെക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്ന കറിയൊക്കെ ആയിരിക്കും ഞാൻ വെക്കുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റിലൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ടേസ്റ്റാണെന്ന് സ്വന്തം പറയുന്നതല്ല കേട്ടോ, ഹസ്ബൻഡ് പറയുന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് സാധാരണ എൻ്റെ അടുക്കള ഇങ്ങനെയല്ല കിടക്കാറ്. എന്തോ 2-3 ദിവസമായിട്ട് നല്ല മൂഡ് കയറിയതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്കും മെനക്കുമാണ് ഇടുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് കിഴങ്ങ് കറി വെക്കണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വല്ല മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമയം ആയില്ല. പക്ഷേ നേരത്തെ ചെയ്താലും വെറുതെ ഇരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെയാണ്, ഞാൻ ബാംഗ്ലൂർ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒത്തിരി പണി കാണും. കാരണം മുറ്റം അടിക്കണം, പുറത്തൊത്തിരി പണി കാണും. അതുപോലെ തന്നെ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം, കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ. പക്ഷേ എനിക്കിവിടെ ഒത്തിരി പണിയില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് പണി തീരും. കുറച്ച് സമയം ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വായും പൊളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഒന്നാമത് TV ഇല്ല. അപ്പോൾ പിന്നെ ഫോണിൽ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ചാനൽ തുടങ്ങാൻ ഇഷ്ടമുണ്ടായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ക്യാമറയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ എങ്ങനെ വീഡിയോ ചെയ്യണം, എങ്ങനെ ക്യാമറ പിടിക്കണം ഒന്നും അറിയാത്ത ഒരു ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. പക്ഷെ പതുക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കട്ടിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൈ കട്ട് ചെയ്തെടുക്കേണ്ട ഒരവസ്ഥയാണ്. അമ്മാതിരി കട്ടിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. ഞാൻ നമ്മളെപ്പോലെ ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാതെ വരുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. വീഡിയോ ഒക്കെ ചെയ്യാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം കാണുമായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള സാധാരണ ആൾക്കാരുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു റീച്ച് ഒന്നും ഇല്ലാതിരിക്കുന്നവരൊക്കെ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അതായത് അവർക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. എന്നാലും എനിക്ക് നമ്മുടെ സാധാരണ ജീവിതം നയിക്കുന്ന കുറേ പേരുണ്ട്, ഡെയിലി വ്ളോഗ്സൊക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇന്ന് കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുവാന്നേ, സത്യം പറഞ്ഞാൽ പണികളൊക്കെ തീർത്താലും വെറുതെ ഇരിക്കേണ്ട ഒരു ഇതാണ്. അത് നല്ല കാര്യം തന്നെയാണ്. വെറുതെ ഇരിക്കുക, കഴിക്കുക, കിടക്കുക, ഇത് തന്നെ പരിപാടി. പിന്നെ കൊച്ച് ഉറങ്ങുമായിരുന്നു. കൊച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി പോയി. മുഴുവൻ പന്നിക്കൂട് കിടക്കണ മാതിരിയാണ് ഇപ്പോൾ കിടക്കുന്നത്. വണ്ടിയും എല്ലാ സാധനവും അവിടെ എല്ലാം അലങ്കോലമാക്കി ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സെറ്റാക്കി. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ 2 ജനൽ നല്ല വലിയ ജനലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ആണ്. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നല്ല പ്രകാശമാണ്. കർട്ടൻ മാറ്റി തന്നെ നല്ല പ്രകാശമുണ്ട് ഉള്ളിലേക്ക്.
അപ്പം പിന്നെ അപ്പുറത്തെ ബിൽഡിംഗ് എല്ലാം കാണാം. അങ്ങനെ കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കർട്ടൻ ഇങ്ങനെ ഇടും. പക്ഷേ ഇവിടെ പകൽ പൊതുവെ ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ആൾക്കാർ കുറവാണ്. പിന്നെ ഞാൻ ചോറ് വെക്കണം എന്നുള്ളതുകൊണ്ട് അരി കഴുകാൻ വേണ്ടി എടുത്തു. പിന്നെ അരി കഴുകലായി. നാട്ടിലാണെങ്കിൽ അരി കഴുകുമ്പം പേടിച്ച് കഴുകുന്നത്, ഇത്ര കഴുകിയാൽ മതിയോ, കഴുകി തെറ്റിപ്പോയോ, ഈ അമ്മ വഴക്ക് പറയുമോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് കാണുമായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ. എന്നെപ്പോലെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒന്ന്. ഞാനിങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ ബാംഗ്ലൂർ ആയതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്യുന്നത്. കാരണം ആരും ചോദിക്കത്തില്ല, പറയത്തില്ല. നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഒക്കെ അതെന്താ ചെയ്തത്, ഇതെന്താ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ബാംഗ്ലൂരാകുമ്പോൾ നമുക്ക് സ്വന്തം നമ്മൾ സ്വർഗ്ഗലോകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്. കാരണം നമ്മുടെ സ്വന്തം വീടാണ്. വേറെ ആരും നമുക്ക് റിലേറ്റീവ്സോ ബന്ധുക്കളോ അമ്മയോ അച്ഛനോ ആരും റൂമിലില്ല, നമ്മുടെ കൂടെ ഇല്ല. അപ്പം നമ്മൾ ഹസ്ബൻഡും കൊച്ചും മാത്രമാകുമ്പോൾ നമ്മുടെ ഒരു ലോകം തന്നെ ആകുമ്പോൾ തന്നെ എനിക്ക് നാട്ടിൽ കിട്ടാത്തൊരു കാര്യം ഇവിടെ കിട്ടിയെന്ന് വെച്ചാൽ സന്തോഷവും സമാധാനവും അത്യാവശ്യത്തിന് കഴിച്ചു പോകാനുള്ള ഫുഡും എല്ലാം കിട്ടുന്നുണ്ട്. ഇത് മതിയല്ലോ നമുക്കിപ്പോൾ സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞു, ചോറ് വെക്കണം, അതിനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ കാണും കേട്ടോ, അതൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണ്ട, അതെനിക്ക് വിഷമമാവും. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടണ്ട, ദൈവത്തെ ഓർത്ത്. ഇടുന്നവരെ എൻ്റെ ഇത് വേണമെങ്കിൽ ഒന്ന് ബ്ലോക്ക് ആക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് ഇടല്ലേ പ്ലീസ്. എനിക്കത് കാണാനുള്ള ത്രാണിയില്ല. അടുക്കളയിൽ കണ്ടില്ലേ, എല്ലാം അത്യാവശ്യം വൃത്തിക്ക് കിടക്കേണ്ട വലിയ പണികളൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ റൂമിലെ കാര്യങ്ങൾ. ഇനിയും ഞാൻ കുറച്ചും കൂടെ വീഡിയോ ചെറുതാക്കി ഇടാം കേട്ടോ, കാരണം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് കയ്യിൽ കിട്ടിയ പോലെ എഡിറ്റ് ചെയ്തിട്ടത് എങ്ങനെ ഇടണമെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പെറുക്കിയിട്ട് വേണം ചെയ്യാൻ. എന്തായാലും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. താങ്ക് യു.